ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. തുടക്കക്കാർക്ക് വരെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണിത്. അപ്പോൾ നമ്മളിതിലേക്ക് ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ ഉഴുന്നാണ്. 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മളിത് കുതിർത്ത ശേഷം ഒന്നും കഴുകിയെടുക്കുന്നില്ല, അതുകൊണ്ട് ഇത് കുതിർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ലപോലെ കഴുകണം. അപ്പോൾ ഞാനിവിടെ 3-4 പ്രാവശ്യം ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വെള്ളാവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ബ്രൗൺ അവൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അവലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അവൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുതിർക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മതിയാവും. നമ്മൾ ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കൂടി പോകരുത്. നമ്മൾ ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതുപോലെ അരിയുടെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഉഴുന്നൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടുമ്പോൾ ആ ഒരു വെള്ളം കറക്റ്റ് ആയിക്കോളും. ഇനി നമുക്കിതൊരു 3-4 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിതോടെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്കാണ് കേട്ടോ ഇതുപോലെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഞാനിത് അരച്ചെടുക്കുന്നത് രാത്രിയാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. രാത്രിയിൽ ഒരു 9 മണി 10 മണി ആ ഒരു സമയത്തിനുള്ളിലായിട്ടാണ് ഞാനിതിവിടെ അരച്ച് വെക്കുന്നത്. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. പകുതിയോളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്നുള്ള വെള്ളം തന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇത് കുതിർക്കാനായിട്ട് ആ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലിയുടെ ആ ഒരു മാവിൻ്റെ തിക്കിൽ കിട്ടൂലല്ലോ, ലൂസായി പോകില്ലേ. അതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം മാത്രം കുതിർക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് 2 ബാച്ചായിട്ട് ഞാനിവിടെ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിസ്ക് നിങ്ങൾ കയ്യിലില്ലെങ്കിൽ ഒരു വലിയൊരു സ്പൂണൊക്കെ എടുത്താൽ മതി. കൈ വെച്ചിട്ടും ഇങ്ങനെ ഒന്ന് അടിച്ചടിച്ച് പതപ്പിച്ചെടുക്കുക കേട്ടോ. വിസ്ക് ആണെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 മിനിറ്റ് നിർത്താതെ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടും. ഇഡ്ഡലി നല്ല ഫ്ലഫി ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇതവിടെ അടച്ചു വെക്കുകയാണ്. ഇനി നമുക്കിത് ഓവർനൈറ്റ് ഇതുപോലെ വെക്കാം. രാവിലെയാണ് നമ്മൾ ഇഡ്ഡലി ചുട്ടെടുക്കുന്നത്. അപ്പോൾ അധികം തണുപ്പൊന്നുമില്ലാത്ത ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ രാവിലെ ആയ ശേഷം ഞാനിതിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബാച്ച് ചുട്ടെടുത്ത് കഴിഞ്ഞു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കുറച്ച് അർജൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ബാച്ച് ഇഡ്ഡലി ചുട്ട് കഴിഞ്ഞു. ബാക്കിയുള്ളത് ഞാൻ ചുട്ട് കാണിക്കാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രം നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 തട്ടിലായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 8 മിനിറ്റോളം ഇതൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്